തുർക്കി ഇറാൻ വിദേശകാര്യമന്ത്രിമാർ ഇസ്താംബൂളിൽ അടുത്ത ദിവസം ഒത്തുകൂടാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ പ്രാഥമികമായിരിക്കുന്ന വിവര കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതും ഗസയായിട്ട് ബന്ധപ്പെട്ടതുമാണ്. ഗസൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു സമ്പൂർണമായിരിക്കുന്ന ഒരു പ്രഖ്യാപനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. മാത്രവുമല്ല, നിത്യേന എന്ന പോലെ തന്നെ കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ തുടരുന്നു. ഇതിന് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടി മധ്യസ്ഥരായിരിക്കുന്ന ആളുകൾക്കൊന്നും സാധിക്കുന്നില്ല. അമേരിക്ക ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ മറ്റ് ലോക രാജ്യങ്ങളുടെ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ആകെ വഷളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്കാകുന്നുണ്ടോ എന്ന് നോക്കാനും ആ കാര്യത്തിന് എന്താണ് ഒരു അന്തിമമായിരിക്കുന്ന തീരുമാനവും പരിഹാരവും ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ആലോചിക്കാനുമുള്ള ഒരു അടിയന്തര മീറ്റിംഗാണ് അടുത്ത ദിവസം തന്നെ. ദിവസം പറഞ്ഞിട്ടില്ല, തൊട്ടടുത്ത ദിവസം എന്നാണ്, മറ്റന്നാളാണ് എന്നൊക്കെ ചില പത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. വല്ലാതെ വൈകാതെ ഏതായാലും ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുൻപത്തെ അവസ്ഥാ സാഹചര്യങ്ങളല്ല. ഈ അമേരിക്കക്ക് പിന്തുണ നൽകാത്ത, അമേരിക്കയുമായിട്ട് സഹകരിക്കാത്ത എല്ലാ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഇപ്പോൾ ഉടക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും വലിയ രീതിയിലുള്ള മാരകപരമായിരിക്കുന്ന പ്രശ്നത്തിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നത് ഭാവിയിൽ അത് സാരമായിട്ട് തങ്ങളെ ബാധിക്കും എന്നൊരു ബോധ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾക്കുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ വേണ്ടി പറ്റുന്ന രാജ്യം എന്ന് പറയുന്നത് തുർക്കിയും ഇറാനും മാത്രമാണ്. മൂന്നാമത് രാജ്യമില്ല. ഈജിപ്ത് എല്ലാ വിഷയത്തിലും ഈജിപ്തിനെ അനുകരിക്കാനോ അല്ലെങ്കിൽ ഈജിപ്തിനോട് പിന്തുണ ചോദിക്കാനോ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഈജിപ്ത് അവരുടെ നയങ്ങൾക്കും നിലപാടുകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തും. അവർ അമേരിക്കയുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന രാജ്യം എന്ന നിലക്ക് 100% അറേബ്യൻ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കാൻ സാധ്യത കുറവാണ് എന്നും വിലയിരുത്തുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ തുർക്കിയെ ഇതിന് മുൻപ് ഗസയിലേക്കുള്ള പ്രവേശനം ഇസ്രായേൽ തടയും എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു കൊണ്ടൊരു നിലപാടെടുത്തു. തുർക്കിക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രാജ്യത്തേക്ക് മറ്റ് അറബ് രാജ്യങ്ങളും പ്രവേശിക്കുകയുമില്ല, സഹകരിക്കുകയില്ല എന്ന്. അങ്ങനെ ഒരു പ്രസ്താവന വന്നതോടുകൂടി അത് അമേരിക്കയെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി. അമേരിക്ക ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തുർക്കിയെ പ്രവേശിക്കുന്നത് തടയുന്ന നിലപാട് ഇസ്രായേൽ എടുത്തത് ശരിയല്ല, അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇത് ഭാവിയിൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഏതായിരുന്നാലും അവിടേക്ക് തുർക്കിക്ക് പ്രവേശനം നൽകുകയും തുർക്കിയുടെ വാഹനങ്ങൾ സംരക്ഷണവും സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആ പ്രദേശത്തെ, അതായത് ഗസയുടെ വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ തുർക്കിയുടേതാണ് എന്നുള്ളത് എല്ലാവരെയും ആകാംക്ഷപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. കാര്യം തടയും എന്ന് പറഞ്ഞ ഇസ്രായേലിന് തടയാൻ വേണ്ടി സാധിച്ചില്ല, പ്രവേശിക്കുമെന്ന് പറഞ്ഞ തുർക്കിക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ മാറ്റം, അതായത് ഇസ്രായേൽ വിരുദ്ധ സമീപന നിലപാടുകളെല്ലാം വിജയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ തുർക്കിയുടെയും ഇറാൻ്റെയും സംയുക്തമായിരിക്കുന്ന ഒരു കൂടിച്ചേരൽ അത് മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സൈനികമായിരിക്കുന്ന ഒരു ഇടപെടലല്ലാതെ അമേരിക്കയോ ഇസ്രായേലിനെ ഒതുക്കാൻ സമാധാനവും ശാന്തവുമായിരിക്കുന്ന മറ്റൊരു പോംവഴികളില്ല എന്ന് വ്യത്യസ്ത കാലങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ സമീപനം എടുത്തു നോക്കുമ്പോൾ അത് അനിവാര്യമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എതിർക്കുന്നവരെയും വിമർശിക്കുകയും ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്നത്തെ അമേരിക്കയുടെ ചെയ്തികളെയും പ്രവർത്തികളെയും നേർക്കുനേരെ പ്രതിരോധിച്ച് നിർത്തുന്ന രാജ്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇറാൻ തന്നെയാണ്.
അമേരിക്കയുമായി കൃത്യമായ രീതിയിൽ ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാജ്യവും അതിനനുസരിച്ച് പ്രവർത്തിച്ച രാജ്യവും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമണം നടത്തിയ രാജ്യവും ഇറാനാണ്. റഷ്യക്ക് പോലും ധൈര്യമില്ലാത്ത കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ലോകത്തിന് മുൻപിൽ ഇറാൻ്റെ മതിപ്പ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും വിശ്വാസ്യത വലിയ രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നതാണ്, തുർക്കി മുൻപത്തെ തുർക്കിയല്ല. ഏറെക്കുറെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സൈലൻ്റായിട്ട് നിന്ന പ്രവർത്തികളൊക്കെ തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ന് ആ രീതികൾക്കൊക്കെ മാറ്റം വന്നു. ഇന്ന് തുർക്കി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുകയും അമേരിക്കൻ വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പല ഘട്ടത്തിൽ ഇസ്രായേൽ വിരുദ്ധത എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഭീകരവാദിയാണ് എന്ന് UN സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ രാഷ്ട്ര നേതാവ് കൂടിയാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ. അവിടെ അത് അവസാനിച്ചിട്ടില്ല. തങ്ങളുടെ രാജ്യത്തേക്കോ തങ്ങളുടെ രാജ്യവുമായിട്ട് സഹകരിക്കുന്ന മറ്റ് രാജ്യത്തേക്കോ പ്രവേശിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും എന്നുകൂടി പറഞ്ഞു. ഇതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സന്ദർശനം പോലും അപകടകരമാണ് എന്ന് മനസ്സിലാക്കുകയും ഈ ഏരിയകൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ തുർക്കിയുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇതിനു മുൻപ് ഇടപെടൽ നടത്തിയിരുന്നു അമേരിക്ക. അത് വളരെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ വേണ്ടി സാധിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ഇൻ്റലിജൻസ് വളരെ ശക്തവും വലിയ രീതിയിലുള്ള അന്വേഷണ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന വിഭാഗവുമാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങളിൽ തുർക്കിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു സമീപനം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിന് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേലിലുള്ള രഹസ്യങ്ങൾ പോലും ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ ഇൻ്റലിജൻസിന് സാധിച്ചു എന്നുള്ളത്. അത് ഖത്തറിലെ ഹമാസിൻ്റെ നേതാക്കന്മാരുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ബിൽഡിംഗ് അപ്പാടെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇസ്രായേൽ തീരുമാനിച്ചത്. അതിൻ്റെയുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അവർ ഒരുക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് അവർ ആ വിഷയം അതിനനുസരിച്ച് വളരെ കൃത്യതയോടുകൂടി രൂപകൽപ്പന ചെയ്ത ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനം ഖത്തറിൽ കയറിക്കൊണ്ട് ആക്രമണം നടത്തിയത്. ഇത് ലോകത്തെ ഞെട്ടിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്ത സംഭവമാണ്. ഈ കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ ഇൻ്റലിജൻസിനാണ് സാധിച്ചത്. തുർക്കിയുടെ ഇൻ്റലിജൻസ് ചോർത്തിയെടുത്തു എന്ന് മാത്രമല്ല, അത് ഖത്തറിലുള്ള ഇൻ്റലിജൻസ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു. ആ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഹമാസിൻ്റെ നേതാക്കളെ ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ 6 മരണത്തിൽ അത് ഒതുങ്ങിപ്പോയി. ഹമാസിൻ്റെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ പോലും അതിൽ കൊല്ലപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ അത് വിലയിരുത്തുന്നത് തങ്ങളുടെ ആന്തരികമായിരിക്കുന്ന ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ പോലും ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചോർന്നു പോകുക എന്ന് പറയുന്ന സമയത്ത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. അത് ഈ ഖത്തറിലുള്ള ആക്രമണം ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ളത് പിന്നീട് ഇസ്രായേൽ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് കാര്യം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമാണ് ലക്ഷ്യം കാണാതിരിക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ലക്ഷ്യം കാണുന്ന തരത്തിലാണ് ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഉണ്ടാവാറുള്ളത്. എന്നാൽ അപൂർവപരമായ രീതിയിൽ അത് ലക്ഷ്യത്തിൽ നിന്ന് ചെതറിപ്പോകുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഖത്തറിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ പോലെയുള്ള അപൂർവമായിരിക്കുന്ന ആക്രമണമാണ് എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം വളരെ ബ്രില്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് തുർക്കിയിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ തുർക്കിയും ഇറാനും തമ്മിൽ സംഗമിക്കുകയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ മേഖല ഏറെക്കുറെ സജീവത വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാ രാഷ്ട്ര ഭരണാധികാരികളും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ്.
കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഭരണാധികാരികൾക്ക് സംരക്ഷണം നൽകുന്ന, ആ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ നൽകുന്ന കൂടെയുള്ള സൈനികർ പല രാജ്യത്തും ഒറ്റുകാരായിട്ട് പ്രവർത്തിക്കുന്നു. പ്രതിസന്ധി വരുന്ന സമയത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുക എന്ന ഒരു രീതി അവരെല്ലാം അവലംബിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അമേരിക്ക ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം. അവർക്കിത് ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ, ഇതിൽ നിന്ന് സംരക്ഷണം കിട്ടണമെങ്കിൽ ഇത് ചെയ്യേണ്ട പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം, അതല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറയുന്നത് അയച്ചുപണി എന്നുള്ളതാണ്. അയച്ചുപണി നടത്തിയിട്ട് വലിയ സംവിധാനത്തോട് കൂടിയിട്ട് നീങ്ങുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.